20,000 ആളുകളെ അടിമകളാക്കിയതാണ് ഈ ജെസ്യൂട്ട് സഭ. പക്ഷേ യേശുവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അടിമകളെയൊക്കെ മോചിപ്പിക്കുന്ന അല്ലെങ്കിൽ അതായിരുന്നു യേശുവിൻ്റെ ആശയം. ഇത് തമ്മിൽ ഒരു വൈരുദ്ധ്യം കാണുന്നില്ലേ? തീർച്ചയായിട്ടും വൈരുദ്ധ്യമുണ്ട്, അതിൽ സംശയം വേണ്ട. ഈ ജെസ്യൂട്ട് സഭ അടിമ വ്യാപാരം നടത്തിയതിൻ്റെ ദല്ലാൾമാരായിരുന്നു, ട്രേഡേഴ്സായിരുന്നു. അതിൻ്റെ അവരാ ട്രേഡിങ് നടത്തിക്കൊണ്ടേയിരുന്നു ജെസ്യൂട്ട് സഭക്കാർ. ചരിത്രരേഖകൾ അനുസരിച്ചിട്ട് ഒരു ഡിസ്പ്യൂട്ടും ഇല്ലാത്ത ചരിത്രരേഖകൾ അനുസരിച്ചിട്ട് 20,000 അടിമകൾ അവർ വ്യാപാരം ചെയ്തിട്ടുണ്ട്. ഈ അടിമകൾ ആഫ്രിക്കൻ അടിമകളാണ് കൂടുതൽ. അല്ലാത്തതുകൊണ്ട് ഇവർ പോയേക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തദ്ദേശീയരായിട്ടുള്ളവരെ അടിമകളാക്കി മാറ്റിയിട്ട് വ്യാപാരം നടത്തിയിട്ടുണ്ട്. ആ അടിമ വ്യാപാരം അവർ തുടർന്നുകൊണ്ടും ഇരുന്നു. ആ അടിമ വ്യാപാരം അവസാനിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 1838 സഭ, ഈ ജെസ്യൂട്ട് സഭ അടിമ വ്യാപാരം നിർത്തുന്നത്. അന്ന് എന്താണെന്ന് വെച്ചാൽ ആ കാലത്ത് നിർത്തുന്ന സമയത്ത് പോലും ഇവരുടെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി അമേരിക്കയിലുള്ളതാണ്. ആ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ ഇവർ 272 അടിമകളെ ജോലിക്ക് നിർത്തിയിരുന്നു. ഇവർക്ക് എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, ഈ മറ്റെന്താണ് അതിൻ്റെ പറയേണ്ട, തോട്ടം. ആ തോട്ടങ്ങളിൽ അടിമകളെ വെച്ചിരുന്ന് അടിമകളെ വാങ്ങിയിട്ട് മറ്റു പലർക്കും വിൽക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ മനുഷ്യരെ ഞാൻ നിന്നെ ഈ യേശുദേവൻ്റെ ഒരു ഇതുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പത്രോസ് അവിടെ നിൽക്കുകയാണ്, പീറ്റർ മുക്കുവനാണ്, നിരക്ഷരനാണ്, ഒന്നും അറിയില്ല. അപ്പോഴാണ് യേശുദേവൻ വന്നുകൊണ്ട് പറയുന്നത്, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരത്തെക്കുറിച്ചുകൊണ്ട് പ്രസ്താവനയുണ്ട്. അത് എല്ലാവരും പഠിക്കേണ്ടതാണ്. കാരണം ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള സ്വത്ത് വിവരം, അതിൽ നിന്ന് പോകുമ്പോഴുള്ള സ്വത്ത് വിവരം ഇപ്പോൾ വലിയ വ്യത്യാസം ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോഴുള്ള സ്വത്ത് വിവരം, രാഷ്ട്രീയം കഴിഞ്ഞ് പോകുമ്പോഴുള്ള സ്വത്ത് വിവരം, ആ സ്വത്ത് വിവരം വെളിവാക്കാൻ പിണറായി വിജയനടക്കം എല്ലാവരും വിസമ്മതിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. പക്ഷെ പത്രോസിൻ്റെ സ്വത്ത് വിവരം അപ്പൻ, അമ്മ, വള്ളം, വല, അന്ന് പിടിച്ച മിനിത്രയുള്ളു. അത് ഉപേക്ഷിച്ചിട്ടാണ് യേശുദേവൻ്റെ കൂടെ പോകുന്നത് മനുഷ്യ വിമോചനത്തിനായിട്ട്. അപ്പോൾ മനുഷ്യ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച യേശുദേവൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സഭ അടിമ വ്യാപാരം മനുഷ്യരെ അടിമകളാക്കി വ്യാപാരം നടത്തി എന്നുള്ളതൊരു തീരാക്കളങ്കം തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. അത് ജെസ്യൂട്ട് സഭയുടെ ചരിത്രത്തിൽ അതുണ്ട്, അത് കിടക്കുകയാണ്. ഇനി അതുമാത്രമല്ല, ഇവർ ഒരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമം എന്താണെന്ന് വെച്ചാൽ 1593 ജെസ്യൂട്ട് സഭ ഇറക്കിയ ഒരു നിയമമാണ്, ഒരു ഓർഡറാണ്. എന്താണ് ആ ഓർഡർ എന്നറിയാമോ? യഹൂദ ഇസ്ലാമിക പാരമ്പര്യത്തിൽ നിന്ന് ക്രിസ്ത്യാനികളായിട്ട് വന്നിട്ടുള്ളവരെ ഒരു കാരണവശാലും ജെസ്യൂട്ട് സഭയിലെടുക്കരുത്. അവർക്ക് വംശവിശുദ്ധിയില്ല, അതുകൊണ്ട് എടുക്കരുത്. ആ നിയമം മാറ്റണം എന്താണെന്നറിയാമോ? 1946 അതുവരെ ആ നിയമം മാറ്റിയിട്ടില്ല. ഇനി യേശുദേവൻ്റെ ജീവിതവും ഇവരും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെങ്ങനെയാ യേശുവിൻ്റെ പേരിലാണ് ആ സഭ ഇരിക്കുന്നത്. കാരണം എന്താണ്? യേശുദേവൻ ഒരാളെയും വിധിച്ചിട്ടില്ല, ഒരാളെയും. യേശുദേവന് പിടിക്കപ്പെടുന്നതിൻ്റെ തൊട്ട് മുൻപ് താൻ പിടിക്കപ്പെട്ടാൽ ഭീകരമായ മർദ്ദനത്തിന് ഇരയാക്കപ്പെടുമെന്നും താൻ വധിക്കപ്പെടുമെന്നും കുരിശിലേറ്റപ്പെടുമെന്നും ഉറപ്പുള്ള സന്ദർഭത്തിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുവൻ വാള് ഊരാണ് വന്നവനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് പറഞ്ഞത്, ഊരിയ വാൾ ഉറയിലിടൂ, വാളെടുക്കുന്നവൻ വാളാൽ എന്ന് പറഞ്ഞത്. തന്നെ രക്ഷിക്കാൻ വേണ്ടി വന്ന സന്ദർഭത്തിലാണ്. ഇവരെന്താ ചെയ്തത്? ഇവർ ലോകം മുഴുവൻ
ഇൻക്വിസിഷൻ്റെ പേരിൽ ആളുകളെ ചുട്ടുകൊല്ലുക, പരസ്യമായിട്ട് വധിച്ച് തൂക്കിലേറ്റുക തുടങ്ങിയിട്ടുള്ള ശിക്ഷകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജെസ്യൂട്ട് സഭയും യേശുദേവനും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ആ കോൺഫ്ലിക്റ്റ് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ ആ കോൺഫ്ലിക്റ്റ് സഭയ്ക്ക് ബാധകമല്ല, കത്തോലിക്ക സഭയ്ക്കത് ബാധകമല്ല. കാരണം ഇവരെന്തായിട്ടാണ്, ഈ ഇഗ്നോഷ്യസ് ലയോള എന്ന് പറയുന്ന കക്ഷി, ഇത് ഉണ്ടാക്കിയ ആൾ, സ്ഥാപകൻ, അദ്ദേഹം പട്ടാളക്കാരനായിരുന്നു. പട്ടാളത്തിൽ മുറിവേറ്റ് ചികിത്സയിലിരിക്കുകയാണ് ഇദ്ദേഹത്തിന് മാനസാന്തരം വരുന്നത്. അപ്പോൾ അന്ന് ഇദ്ദേഹം ഫ്രഞ്ചുകാരനാണ്. പാരീസ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന മറ്റ് 6 പേരും കൂടി ചേർന്ന് ആ 6 പേരിൽ 3 പേർക്ക് പിന്നീട് വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കപ്പെട്ടു. ലയോള കഴിഞ്ഞ രണ്ടാമൻ ഇവിടെ വന്ന ഫ്രാൻസിസ് സേവ്യറാണ്. അപ്പോൾ ഇവർ നേരെ പോയിട്ട് ഇത് മനം മാറ്റം നടത്തിയിട്ട് ബാപ്റ്റിസം നടത്തി പുരോഹിതരായി തീരുകയാണ്. ഇവർക്ക് പൗരോഹിത്യം കൊടുത്ത്, ബിഷപ്പ് പൗരോഹിത്യം കൊടുത്ത്, അങ്ങനെ ഇവർ പുരോഹിതന്മാരാകുകയാണ്. അവരുടെ സംഘത്തിൻ്റെ പേര് എന്താണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ സൈനികർ എന്നാണ്. ക്രിസ്തുവിൻ്റെ സൈനികരായിട്ടാണ് ഇവരെ വിഭാവനം ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തിരുസഭയ്ക്ക് വരുന്ന ആക്രമണങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ആയുധമെടുത്തിട്ടുള്ളവരാണ്. ഇവർ ആയുധമെടുത്ത് പോരാടിയിട്ടുള്ളവരാണ്. അപ്പോൾ യേശുദേവൻ്റെ സഭയും ഈ ജെസ്യൂട്ട് സഭയും തമ്മിൽ ഈ കാര്യത്തിൽ ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും മനോഹരമായ നാടകീയ രംഗം ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുദേവൻ മറിയക്ക് മാപ്പ് കൊടുക്കുന്ന രംഗമാണ്. അതൊരു ഒരു സായാഹ്ന സന്ധ്യയിലാണ് നടക്കുന്നത്. യേശുദേവൻ ഒരു പാറയുടെ പുറത്ത് ഇരുന്നു കൊണ്ട് എന്തോ ഒരു വടി കൊണ്ട് എന്തോ എഴുതി വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, വെറുതെ കോറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വ്യഭിചാരത്തിന് കയ്യോടെ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുമായിട്ട് ആൾക്കൂട്ടം അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് വരുന്നത്. വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം, എല്ലാവരുടെ കയ്യിലും കല്ലുണ്ട്. അന്ന് നിലവിലിരിക്കുന്നത് മോശയുടെ നിയമമാണ്. മോശയുടെ നിയമപ്രകാരം വ്യഭിചാരത്തിന് വധശിക്ഷയാണ്, അത് കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കല്ലുമായിട്ട് വന്നിരിക്കുന്നത്. സുവിശേഷകന്മാർ എഴുതി വച്ചിരിക്കുന്നത് അവനെ വാക്കിൽ കുരുക്കുന്നതിന് വേണ്ടി ചോദിച്ചു എന്നാണ്. വാക്ക് കുരുക്കായിട്ട് മാറും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോശയുടെ നിയമത്തെ ലംഘിച്ചു കഴിഞ്ഞാൽ ദൈവലംഘനമാണ്. ഈശ്വര ലംഘനത്തിന്, ദൈവനിയമം ലംഘിച്ചവന് വധശിക്ഷയാണ്. യേശുദേവനാണെങ്കിൽ ആരെയും വിധിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെയും വിധിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം മറിയയെ വിധിക്കുകയാണെങ്കിൽ കള്ളപ്രവാചകനാണ്, ഇവൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നതല്ല എന്നുള്ളതാണ്. കള്ളപ്രവാചകനും ശിക്ഷ മരണം തന്നെയാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, ആ ചോദ്യത്തിന് എന്തുത്തരം പറഞ്ഞാലും ജീവൻ നഷ്ടപ്പെടുമെന്ന സന്ദിഗ്ധമായ അവസ്ഥ. ആ അവസ്ഥയിലിരിക്കുന്ന സന്ദർഭത്തിലാണ് യേശുദേവൻ പറയുന്നത്, എന്തു പറഞ്ഞു? നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ എന്നാണ്. അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഗിരിപ്രഭാഷണത്തിൽ വ്യഭിചരിക്കരുത് എന്ന് മോശയുടെ നിയമം പറയുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നു, മനസ്സിൽ കാമത്തോടെ സ്ത്രീയെ നോക്കരുത് എന്ന്. വ്യഭിചാരത്തെ മനസ്സിൽ തോന്നുന്ന കാമവുമായി അഭേദകൽപ്പന നടത്തിയിട്ടുണ്ട് യേശുദേവൻ. അതുകൊണ്ടാണ് പറഞ്ഞ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന്. ആ വാക്കിൻ്റെ ശക്തി അപാരമായിരുന്നു. അതുകൊണ്ട് കൂടെ വന്ന എല്ലാവരും കല്ല് താഴെയിട്ട് പിരിഞ്ഞുപോയി. ഇപ്പോഴരങ്ങിൽ 2 പേർ മാത്രം, യേശുവും വേശ്യയും. അപ്പോഴാണ് പറഞ്ഞത്, ഞാനോ നിന്നെ വിധിക്കുന്നില്ല എന്ന്. പക്ഷേ ജെസ്യൂട്ട് സഭ അതിൻ്റെ മുഴുവൻ ചരിത്രത്തിലും ആളുകളെ വിധിക്കുകയായിരുന്നു. ജെസ്യൂട്ട് സഭ ആളുകളെ
ഭീഷണിപ്പെടുത്തി മതം മാറ്റുകയായിരുന്നു. അങ്ങനെ കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ തീരങ്ങളിൽ നിന്ന് 10,000 പേരെ മതം മാറ്റിയെന്ന് ഈ സഭയുടെ ജെസ്യൂട്ട് സഭയുടെ സ്ഥാപകരിൽ ഒരാളായിരുന്ന ഫ്രാൻസിസ് സേവ്യർ എഴുതിയതിൻ്റെ രേഖ നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യേശുദേവൻ എവിടെയാണ്? ജെസ്യൂട്ട് ഈശോ സഭ എവിടെയാണ്? യേശുദേവനും ഈശോ സഭയും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം മാത്രമാണുള്ളത്. അത് മനുഷ്യനെ ഭീഷണിപ്പെടുത്തുന്നു. എന്തിനു വേണ്ടി? നന്മയിലേക്ക് വരാൻ വേണ്ടി. യേശുദേവൻ ഒരാളെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. യേശുദേവൻ ഒരാൾക്കും കാശ് കൊടുത്തിട്ടില്ല. യേശുദേവൻ ചെയ്യാത്ത കാര്യങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ട് ലോകം മുഴുവൻ ക്രൈസ്തവ സാമ്രാജ്യമാക്കി മാറ്റാനുള്ള രാഷ്ട്രീയ ദൗത്യവുമായി ഇറങ്ങിയ സംഘമാണ് ജെസ്യൂട്ട് സഭ. അത് മറക്കാൻ പറ്റില്ല. അപ്പോൾ യേശുദേവൻ്റെ ജീവിതം എവിടെയാണ്? ഇവിടെ യേശുദേവനോട് വിശേഷിപ്പിച്ചിരുന്നത് ചുങ്കക്കാരുടെയും പാപികളുടെയും സുഹൃത്ത് എന്നാണ്. യേശുദേവനുള്ള ആരോപണമായിരുന്നു, നീ ചുങ്കക്കാരും പാപികളുമായി സൗഹൃദം പങ്കിടുന്നു. അപ്പോഴാണ് പറഞ്ഞത്, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് കാര്യം, ഞാൻ അവരോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞത്. ഇവിടെ എന്താ ചെയ്തത്? യഹൂദ ഇസ്ലാമിക പാരമ്പര്യമുള്ളവർ ക്രിസ്ത്യാനിയായാലും വംശവിശുദ്ധിക്ക് വേണ്ടി അവരെ ജെസ്യൂട്ട് സഭയിൽ എടുക്കരുത് എന്ന് പ്രമേയം പാസ്സാക്കുകയും നിയമം ഉണ്ടാക്കുകയും 1946 വരെ ആ നിയമം പിന്തുടരുകയും ചെയ്തവരാണ് ഇവർ. വ്യത്യാസമുണ്ട്, വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇവർ നടത്തിയ ഈ അടിമക്കച്ചവടത്തിന് എന്നെങ്കിലും സഭ കുറ്റമേറ്റു പറഞ്ഞ് മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? ഗോവയിൽ നടത്തിയ ഇൻക്വിസിഷനും ഫോഴ്സ്ഫുൾ കൺവേർഷനും കൊലപാതകത്തിനും ചുട്ടുകൊന്നതിനും നശിപ്പിച്ചതിനും ക്ഷേത്രങ്ങൾ തകർത്തതിനും ഏതെങ്കിലും ഒരു മാർപ്പാപ്പ ഇന്ന് വരെ മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? മാപ്പ് പറയേണ്ടതല്ലേ? മറ്റാരും പറയാത്ത വാർത്തകളുമായിട്ട് ഇന്ത്യ ലൈവ് നിങ്ങൾക്ക് പോകുന്നുണ്ട്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായും ചെയ്യണേ.